organization ആണ്. So main aim of this platform എന്ന് പറയുന്നത് is to provide free and open education to all. And we are not paying any fees for this classes. It's totally free. Everyone can learn. There are no limitations for this. And it's a non-profit or educational organization. And the main thing is it is started by young professionals with a very passion to teaching. Um, and with a very, it's a very passion to learn to teach all those things. So if you are interested to teach, you can also join with Open Schooling Organization. So what you can do is just go through this site openschooling.organization.org, and there you can see teach with us option. There you can enter your details and submit it. Okay, that's it. So after this course completion, the outcomes of this course is you will be able to develop a C++ project or any applications. Or the intention of this course is to learn the basics of C++. From this is the first class of C++. One by one, we can start the basics of C++, so that after this completion, you can develop a C++ project or a C++ application. Okay. And എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഓക്കെ. Okay, നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഫസ്റ്റ് വി ആർ ഗോയിങ് ത്രൂ വാട്ട് ഈസ് C++. സോ said earlier, we are starting from the scratch. അപ്പോൾ നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ്ലി വാട്ട് ഈസ് C++, ദെൻ ഇൻസ്റ്റാളേഷൻ പാർട്ട്. ഇതാണ് നമ്മൾ ഇന്ന് പോകുമ്പോൾ. ദെൻ ഒരു ജസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം. ഫ്രം ദ നെക്സ്റ്റ് സെക്ഷൻ തൊട്ടായിരിക്കും നമ്മൾ പോകുന്നത് വാട്ട് ഓൾ തിങ്സ് ആർ ദെയർ ഇൻ എ പ്രോഗ്രാം, എങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് സെഷൻ തൊട്ടായിരിക്കും നോക്കുന്നത്. ഇന്ന് നമ്മൾ ഇത്രയും ജസ്റ്റ് ഒരു ബേസിക്സ് നോക്കുന്നതേ ഉള്ളൂ. സോ what is C++? C++ അറിയാവുന്ന പോലെ it's a general purpose programming language and it's object oriented. So general purpose എന്ന് പറയുമ്പോൾ ഓരോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഓരോ ഇൻറ്റൻഷൻസ് കാണും. അതായത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഓരോ ലാംഗ്വേജും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ജാവ ഫസ്റ്റ്ലി ഇത് ഇനിഷ്യലി ഡെവലപ്പ് ചെയ്തപ്പോൾ അത് ടോസ്റ്റേഴ്സ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഫസ്റ്റ് ഇറ്റ് വാസ് ഇനിഷ്യലി ഡെവലപ്പ് ജാവ. അതുപോലെ തന്നെ സി ഡെവലപ്പ് ചെയ്തത് OS പ്രോഗ്രാമിംഗ് ചെയ്യാനായിരുന്നു. അതുപോലെ ഓരോ പ്രോഗ്രാമിനും ഓരോ അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് പർപ്പസ് കാണും. സോ അതുപോലെ അല്ല C++, ഇറ്റ്സ് എ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ജനറൽ ആയിട്ട് നമുക്ക് ഇതിന് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സറൗണ്ടഡ് ടു എ ഒബ്ജക്റ്റ്. അത് നമുക്ക് ഇനി ലേറ്റർ വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആൻഡ് ഓൾ ദോസ് കൺസെപ്റ്റ്സ്. സോ ദിസ് ഇസ് C++ ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ജോൺ സ്ട്രൗസർ in 1980. 1980 അത് ഡെവലപ്പ് ചെയ്ത്. നമുക്ക് ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻസ് വരാറുണ്ട്, 1980 ആണോ 1985 ആണോ? ഇറ്റ്സ് 1980. 1985 വന്നത് അതിൻ്റെ കൊമേഴ്ഷ്യൽ എഡിഷൻ ആണ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ദ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഗെയിംസ്, അതായത് C++ നമുക്ക് പല ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. സ്റ്റിൽ ഇറ്റ്സ് കറന്റ്ലി വർക്കിംഗ്. സോ ഫസ്റ്റ് വൺ ഈസ് ഗെയിംസ്. നമുക്ക് ഡെവലപ്പ് ഗെയിംസ്, ഹൈ ലെവൽ ഗെയിംസ് വരെ നമുക്ക് യൂസിങ് C++ നമുക്ക് ഗെയിംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് GUI ആപ്ലിക്കേഷൻ, മെയിൻലി GUI ആപ്ലിക്കേഷൻസ് ആണ്. അഡോബിൻ്റെ ഒക്കെ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ നിങ്ങൾക്കൊക്കെ അറിയാം. ഇതെല്ലാം GUI ആപ്ലിക്കേഷൻ യൂസ് ചെയ്തേക്കുന്ന C++ വെച്ചാണ് അത് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്.
അഡോബ് ഇതെല്ലാം നമുക്ക് ചെയ്തേക്കുന്ന C++ സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ്. ആൻഡ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ് DB, മെയിൻലി C++ ആൻഡ് C യൂസ് ചെയ്യുന്നുണ്ട്. DBയിൽ മെയിൻലി C++ വരുന്നുണ്ട്. MySQLും പിന്നെ പോസ്റ്റ്ഗ്രസ് ഇതിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന C++ ആണ്. നമുക്കറിയാം മോസ്റ്റ്ലി വൈഡ്ലി യൂസ് ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് MySQL. ഒക്കെ ഓർഗനൈസേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് മെയിൻലി റിട്ടൺ ഇൻ C++. പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാനുള്ള കാരണം നമുക്ക് C++ൽ ഫയൽ ഹാൻഡ്ലിംഗ് വരുന്നുണ്ട്, ഹൈ സ്പീഡ്, അങ്ങനെ റിലയബിലിറ്റി, ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫീച്ചേഴ്സ് C++നുള്ളത് കൊണ്ടാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് പാർട്ട്. അങ്ങനെ നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അറിയാം OS, വിൻഡോസ്, മാക് OS, പല ഇതുണ്ട്. സോ OS ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു C++ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ വേരിയസ് വേർഷൻസിൽ C++ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ OS Xന്റെ ഡിഫറെൻറ്റ് ഫ്യൂ പാർട്സ് ചെയ്തേക്കുന്ന C++ വെച്ചിട്ടാണ്. ആൻഡ് സിംബിയൻ OS ഇതിലൊക്കെ C++ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഹൈ സ്പീഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, ഹൈ സ്പീഡ് ഉള്ളത് കൊണ്ടാണ് ദേ ആർ യൂസിങ് C++. പിന്നെ ആൻഡ് ഓൾസോ ഐപോഡിൽ വരെ C++ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പാർട്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ബ്രൗസേഴ്സ്. ബ്രൗസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ബ്രൗസേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ലൈക്ക് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി ബ്രൗസേഴ്സ് ആണ്. ആൻഡ് അതിൽ ബ്രൗസേഴ്സിൽ വരെ C++ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബാക്ക് ബോൺ ആണെന്ന് തന്നെ പറയാം ബ്രൗസേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ. ഇതും യൂസ് ചെയ്യാൻ കാരണം ബിക്കോസ് ഓഫ് ദ സ്പീഡ് ഇറ്റ് ഓഫേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബാങ്കിങ് ആപ്ലിക്കേഷൻ. ബാങ്കിങ് ആപ്ലിക്കേഷനിൽ കോർ ബാങ്കിങ് സിസ്റ്റം ആയ ഇൻഫോസിസ്, ഫിനക്കിളിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന C++ ആണ്. അത് ബാക്ക് എൻഡ് ആയിട്ടാണ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ബാങ്കിങ് സിസ്റ്റത്തിന് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എംബഡഡ് സിസ്റ്റംസ് ലൈക്ക് ഇപ്പം സ്മാർട്ട് വാച്ചസ് അല്ലെങ്കിൽ മെഡിക്കൽ മെഷീൻസ്, ഇതിലൊക്കെ C++ അവരുടെ പ്രൈമറി ലാംഗ്വേജ് ആയിട്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത് യൂസ് ചെയ്യാനുള്ള കാരണം C++ is very close to the hardware level as compared to other high level programming language. So ഇവിടെ ഈ ഒരു ഇത് മാത്രമല്ല, പല അല്ലാണ്ടും ലൈബ്രറീസിലൊക്കെ C++ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് റിയൽ വേൾഡിൽ തന്നെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് C++ യൂസ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് യു ഗോട്ട് ആൻ ഓവറോൾ ഐഡിയ ഓഫ് വെയർ ഇറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഇൻസ്റ്റാളേഷൻ പാർട്ടാണ്. ഇപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ മാക് യൂസ് ചെയ്യുന്നവർ കാണും, ലിനക്സ്, വിൻഡോസ്, അങ്ങനെ ഡിഫറെൻറ്റ് OS യൂസ് ചെയ്യുന്നവർ കാണും. ബട്ട് ത്രൂ ഔട്ട് ദിസ് സെഷൻ ഐ എം യൂസിങ് ഗീനി എന്നൊരു ഐഡിയ ആണ് ഞാൻ ഈ കോഡിങ്ങിനൊക്കെ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് യുവർ വിഷ്, പ്യുവർലി യുവർ വിഷ്. നിങ്ങൾക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ഓൺലൈൻ C++ കമ്പൈലർ നിങ്ങൾക്ക് പറയാം. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്യാം. ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ C++ കമ്പൈലർ കൊടുത്തു കഴിഞ്ഞാൽ ദ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കാണാം. ഒരു ഓൺലൈൻ എഡിറ്റർ GDB ഓൺലൈൻ ഒരു ലിങ്ക് കിട്ടും നിങ്ങൾക്ക്. അത് ഫസ്റ്റ് വൺ തന്നെയാണ്, നിങ്ങൾക്ക് അത് തന്നെ എടുക്കാം. ആ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ ഇറ്റ് വിൽ ലുക്സ് ലൈക്ക് ദിസ്. ഇത് കാണാതിരിക്കുന്നു. ഇവിടെ നമുക്ക് കോഡ് ചെയ്യാം, കമ്പൈൽ ചെയ്യാം, റൺ ചെയ്യാം, ഡീബഗ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും വിതൗട്ട് ഇൻസ്റ്റാളിങ് എനി അതർ സോഫ്റ്റ്വെയർസ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കമ്പൈൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, C++ എന്ന് പറയുന്ന ഒരു കമ്പൈൽ ലാംഗ്വേജ് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കത്, നമ്മളിപ്പം കൊടുക്കുന്ന പ്രോഗ്രാം അത് മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആക്കണമെങ്കിൽ അതിനൊന്ന് നമുക്ക് കമ്പൈൽ ചെയ്യണം. ഫസ്റ്റ് അത് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. സോ അത് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പ്രോഗ്രാമാണ് കമ്പൈലർ. സോ നമുക്ക് ഈ ഒരു വിൻഡോയിൽ നമുക്ക് ആവശ്യമുള്ള കോഡ് കൊടുക്കാം.
അതോടൊപ്പം തന്നെ നമുക്കത് കമ്പൈൽ ചെയ്യാം, റൺ ചെയ്യാം, ഡീബഗ് ചെയ്യാം. ഡീബഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എറേഴ്സ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം, അത് റിമൂവ് ചെയ്യാം. സോ ഓൾ വി ക്യാൻ ഡു ദിസ് ഇൻ വൺ ഫ്രീ. അതാണ് ഈ ഓൺലൈൻ C++ കമ്പൈൽ. നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു റൺ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ റൺ, അതായത് നമ്മളിപ്പം നമുക്ക് ഏതാണോ കോഡ് ചെയ്യാനുള്ളത് ആ കോഡ് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ എന്താണ് കോഡിൽ കൊടുത്തേക്കുന്നത് അത് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ട് അതിന്റെ താഴെ അതിന്റെ ബോട്ടം സൈഡിലെ ഒരു പോർഷനിലായിട്ട് തന്നെ നിങ്ങൾക്ക് അത് അവിടെ എക്സിക്യൂട്ട് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ കൊടുത്ത ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ആണ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. റൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ ദിസ് ഈസ് അബൌട്ട് ഓൺലൈൻ C++ കമ്പൈലർ. നമുക്ക് ഇത്രയും ചെയ്താൽ മാത്രം മതി. ദെൻ നെക്സ്റ്റ് ഇസ് ഗീനി ID. ഗീനി ID എന്ന് പറയുന്നത് ഇപ്പം ഓരോ OSനും ഓരോ സോഫ്റ്റ്വെയർസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം C++ ഗീനി ID മാക്കിലും ലിനക്സിലും വിൻഡോസിലും എല്ലാ OSലും വർക്ക് ചെയ്യുന്ന ഒരു ID ആണ് ഗീനി എന്ന് പറയുന്നത്. ID എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇറ്റ്സ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അതായത് അതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് കോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ID ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അവിടെ കോഡ് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവിടെ കോഡ് എഡിറ്റ് ചെയ്യാം. ഒരു കമ്പൈലർ അല്ലെങ്കിൽ ഒരു ഇന്റർപ്രറ്റർ അല്ലെങ്കിൽ ഡീബഗർ കാണും. അതാണ് ഒരു ID എന്ന് പറയുന്നത്. ആൻഡ് ഗീനി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നമുക്ക് മാക്കിലും ലിനക്സിലും വിൻഡോസിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ID ആണ് ഗീനി എന്ന് പറയുന്നത്. ഒരു സ്മോൾ ആൻഡ് ഫാസ്റ്റ് ID, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ്. ജസ്റ്റ് ഒരു 1 ക്ലിക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു 1 മൗസ് ക്ലിക്ക് കൊണ്ട് ഒരു കീ പ്രസ് കൊണ്ട് നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ഗീനി ID. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ഗീനി ID എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ലിങ്ക്സിൽ ഫസ്റ്റ് വൺ gini.org, ദാറ്റ് ഈസ് ഹോം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ റിലീസ് എടുക്കുക. റിലീസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം, നിങ്ങളുടെ OS ഏതാണ്, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് അല്ലെങ്കിൽ മാക്, അതിനനുസരിച്ചുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് യു ക്യാൻ കോഡ് ദിയർ, കമ്പൈൽ ദിയർ, റൺ ദിയർ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഗീനിയിൽ ചെയ്യാം. ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ID ആണ് ഗീനി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓൺലൈൻ C++ കമ്പൈലർ നോക്കാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഹലോ. യെസ്. ഓക്കെ. സോ ഓൺലൈൻ C++ കമ്പൈലർ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ലിങ്ക് യു ക്യാൻ സീ ഹിയർ. എടുക്കണം. നമുക്ക് ഓൾറെഡി ഇതിൽ പറയുന്നുണ്ട് ഓൺലൈൻ C++ കമ്പൈലർ, കോഡ് കമ്പൈൽ റൺ ആൻഡ് ഡീബഗ് C++ program online. Write your code in this editor and press run button to compile and execute. Just നിങ്ങൾക്ക് വേണ്ടിയ പ്രോഗ്രാം എന്താണോ ഇവിടെ എഴുതുക and just click on run button. We get the output here. ബോട്ടം പോർഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ടും കിട്ടും. ഹലോ വേൾഡ് എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. So this is online C++ compiler, and next is Gini ID. Just നിങ്ങൾ ഗൂഗിൾ ചെയ്യുക Gini ID. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ലിങ്ക് തന്നെ എടുക്കാം. അതിൽ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. അവിടെ റിലീസസ് എടുക്കുക. റിലീസിൽ വിൻഡോസ്, മാക് OS നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങളുടെ ഏതാണോ അത് എടുക്കുക. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, അല്ലെങ്കിൽ മാക് ആണെങ്കിൽ മാക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് കോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വിൻഡോസിലൊക്കെ ടർബോ C++ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും വിൻഡോസിൽ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ഒക്കെ യൂസ് ചെയ്യുന്നത് അതും ബെറ്റർ ആണ്. പിന്നെ ടർബോ C++ യൂസ് ചെയ്യുന്നത്, പക്ഷെ അത് ഇപ്പം ഔട്ട്ഡേറ്റഡ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ്സ് യുവർ വിഷ്, ഞാൻ പറഞ്ഞു ഇറ്റ്സ് യുവർ വിഷ്, പ്യുവർലി യുവർ വിഷ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം.
പിന്നെ വിൻഡോസിലും മാക്കിലും ലിനക്സിലൊക്കെ ഒരുപോലെ നമുക്ക് ഗിനി ഐഡിയും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മാക്കിൽ ഐ തിങ്ക് നമുക്ക് ടൂളൊക്കെ ഒരു ടൂളുണ്ട്, എക്സ്കോഡ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് മാക്കിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഗിനിയും ചെയ്യാം, അല്ലെങ്കിൽ എക്സ്കോഡ് എന്ന് പറഞ്ഞ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് C++ പ്രോഗ്രാം കോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദിസ് ഇസ് ഇൻസ്റ്റാളേഷൻ പാർട്ട്. ആൻഡ് നമുക്ക് ഓൺലൈൻ C++ കമ്പൈലറിൽ നമുക്ക് ജസ്റ്റ് ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇതിപ്പം എനിക്കറിയില്ല ആരൊക്കെ പ്രോഗ്രാം അവെയർ ആണ്. മേ ബി യു ആർ അവെയർ ഓഫ് ദാറ്റ്, എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഞാൻ എങ്ങനെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് എന്നൊരു ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ പോലെ, ഒരു പ്രാക്ടിക്കൽ അല്ല, ഒരു നിങ്ങൾക്കൊരു ജസ്റ്റ് ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ബേസിക്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇൻസ്റ്റാളേഷൻ പാർട്ട് ആൻഡ് വാട്ട് ഈസ് C++. ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ദ സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം. എങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് എഴുതാം, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടൻസ്, ഓൾ ദോസ് തിങ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ അതിലൊക്കെ വരും. യു ക്യാൻ സീ ഹിയർ hash include IOStream using namespace in main. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാവരും C++ പറയുമ്പോൾ പറയും hash include IOStream using namespace. ബട്ട് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ പലർക്കും പറയാൻ പറ്റത്തില്ല. എല്ലാവരും പറയും ദിസ് ഇസ് ഇവിടെ ഉണ്ട്, പക്ഷെ മെയിൻ യൂസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒക്കെ കിട്ടാണ്ട് വരും. സോ ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്ന് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഇത്രയും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ വരും, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓൾ ദിസ് തിങ്സ്, എങ്ങനെ നമുക്കൊരു പ്രോഗ്രാം റൺ ചെയ്യാം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സി ഔട്ട്, ഇൻറ്റ്, മെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതാം ടു പ്രിന്റ് വെൽക്കം ടു ഓപ്പൺ സ്കൂളിംഗ് ഓർഗനൈസേഷൻ. സോ hash include IOStream near the main function, and we need to print that ending with a semicolon and then returning 0. ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാം എഴുതി ടു പ്രിന്റ് വെൽക്കം ടു ഓപ്പൺ സ്കൂളിംഗ്. അത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്ത് വരാൻ കൊടുത്ത് അതിവിടെ നമുക്ക് ഔട്ട്പുട്ട് കൺസോളിൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്, വെൽക്കം ടു ഓപ്പൺ സ്കൂളിംഗ്. സോ ഇങ്ങനെ നമുക്ക് ഇപ്പം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ ഇങ്ങനെ C++ കമ്പൈലർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഗിനി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയമാണത്. സോ ഇങ്ങനെയാണ് ഓൺലൈൻ C++ കമ്പൈലറിൽ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. സോ ഇതിപ്പം ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയത്തില്ലായിരിക്കും വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓൾ ദോസ് തിങ്സ് ആൻഡ് ഇതെങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ, എന്തിനു കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് ഇത്രയും ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആണ്. നിങ്ങളോട് ആരും പേയ്മെന്റിനോ അങ്ങനെ ഒരു കാര്യങ്ങൾക്കും ആരും വരത്തില്ല. ഇറ്റ്സ് നിങ്ങളുടെ വിഷാണ് എന്ത് പഠിക്കണം എന്നുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ക്ലാസ് മാത്രമല്ല ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓപ്പൺ സ്കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി, നമുക്ക് ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ പല സബ്ജക്ട്സ് ഓപ്പൺ സ്കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം ബെനിഫിറ്റ് ആയില്ലെങ്കിലും നിങ്ങൾക്ക് വേറൊരാൾക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ടീച്ചിങ്ങിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, യു ആർ ലവ് ടു ടീച്ച്, അങ്ങനെ ഒരാളാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ യു ആർ കോൺഫിഡൻറ്റ്, അങ്ങനെ ഒരാളാണെങ്കിൽ യു ക്യാൻ ഓൾസോ ജോയിൻ വിത്ത് അസ്. ഞാൻ പറഞ്ഞ പോലെ
Just go to openschooling.org വെബ്സൈറ്റ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടീച്ച് വിത്ത് us എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ യു ക്യാൻ എൻറ്റർ യുവർ ഡീറ്റെയിൽസ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കാം. ആൻഡ് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ടു ടീച്ച് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് യു ക്യാൻ ഓൾസോ ജോയിൻ വിത്ത് us. ഓക്കെ, സോ ഇതാണ് ഇന്നിപ്പം ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. So I hope everyone got an idea about what is C++. Hello? Hello? ആർക്കു വേണമെങ്കിലും സംസാരിക്കാം ഇവിടെ. ഹലോ ഹലോ ഹലോ. മിണ്ടാണ്ടിരിക്കേണ്ട ആരും, എല്ലാവർക്കും മിണ്ടാം. ഹലോ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ നെക്സ്റ്റ് സാറ്റർഡേ തന്നെ ഉണ്ടാവും, ദ സെയിം ടൈം. നിങ്ങൾക്ക് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും പറയാം. ഹലോ പാർവതി, അഞ്ജിത, സ്പീക്കപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്ന പറഞ്ഞതൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം ചിലപ്പോൾ നിങ്ങളൊക്കെ അവെയർ ആയിരിക്കും ഇതിനെ കുറിച്ച്. ഹലോ മനസ്സിലായി ഇന്നത്തെ ക്ലാസ് ഒക്കെ മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പോൾ സോ ഈ ഒരു സപ്പോർട്ട് ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പം ഇതൊരു ഷെയർ ചെയ്യാം, ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേറെ ഒരാൾക്കും കൊടുക്കാൻ സാധിക്കും. സോ ദാറ്റ് എവറി വൺ ക്യാൻ ലേൺ അല്ലേ. സോ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് അടുത്ത് കാണാം. ദ സെയിം ടൈം നെക്സ്റ്റ് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരിക്കും, ദ സെഷൻ 2. ഓക്കെ ഓക്കെ ഓക്കെ. Then thank you so much for joining this call. Okay. Okay, thank you very much. താങ്ക് യു. Thank you. Bye. ബൈ.